കൊച്ചിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പേരിൽ തട്ടിപ്പ്. കശുവണ്ടി വ്യവസായിക്കെതിരെ ഇഡി ഓഫീസിൽ ലഭിച്ച പരാതി ഒതുക്കാൻ 2 കോടി രൂപ ആവശ്യപ്പെട്ടയാൾ വിജിലൻസിന്റെ പിടിയിലായി. വിജിലൻസ് ഒരുക്കിയ കെണിയിലാണ് തമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി എന്നിവർ പിടിയിലായതെന്ന് SP ശശിധരൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പേര് പറഞ്ഞ് സംസ്ഥാനത്ത് വലിയൊരു തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. എന്തായാലും എറണാകുളത്തെ വിജിലൻസ് ഈ തട്ടിപ്പുകാരെ പിടികൂടിയിരിക്കുന്നു. വിജിലൻസ് SP തന്നെയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സാറ്, എന്തായിരുന്നു ഈ തട്ടിപ്പ്? ഒരുപക്ഷെ സംസ്ഥാനം കാണാത്ത ഒരു പുതിയ തട്ടിപ്പായിരുന്നു. വിജിലൻസ് കൃത്യമായി അവരെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് പറയുമോ? ഇത് കൊല്ലം ജില്ലക്കാരനായ ഒരു കശുവണ്ടി വ്യവസായി. അദ്ദേഹം ഇന്ത്യക്ക് പുറത്തേക്കും എക്സ്പോർട്ട് ഇമ്പോർട്ടെല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് കോവിഡ് കാലഘട്ടത്തിൽ കുറച്ച് നഷ്ടം വന്നു, കുറച്ച് സാമ്പത്തിക ബാധ്യതയൊക്കെ വന്നു. അതോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചില ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് EDയിൽ ഒരു എൻക്വയറി അദ്ദേഹത്തിന് നടക്കുന്നുണ്ട്. അപ്പോൾ EDയിൽ അവർ നോട്ടീസ് കൊടുത്തിട്ട് അയാളെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ വേറൊരാൾ അവിടുത്തെ അയാൾക്കെതിരെയുള്ള എൻക്വയറി അവസാനിപ്പിച്ചു കൊടുക്കുക, പണം കൊടുക്കുകയാണെങ്കിൽ വേണ്ടി സമീപിച്ചു. 2 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. അത് 50,000 വീതം 50 ലക്ഷം വീതം 4 തവണകളായിട്ട് അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇടണം എന്നായിരുന്നു. കേരളത്തിന് പുറത്തുള്ളൊരു അക്കൗണ്ടാണത്. അപ്പോൾ സംസാരിച്ച് വന്നപ്പോൾ അയാൾക്ക് അത് താല്പര്യമില്ലാത്തതുകൊണ്ട് അയാൾ നമ്മളെ വിജിലൻസ് സമീപിച്ചു. എൻ്റെ വിജിലൻസ് യൂണിറ്റ് DYSP ജയരാജും റേഞ്ച് DYSP തോമസും CMI ഫിറോസും മധുവും പിന്നെ മറ്റ് എൻ്റെ വിജിലൻസ് ഐസെല്ലും വിജിലൻസ് ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി ചെന്ന് ആദ്യം നമ്മളൊരു പ്രിലിമിനറി വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷം എറണാകുളം പനമ്പള്ളി നഗർ ഭാഗത്ത് വെച്ചിട്ട് അതിനിടയിൽ 2 ലക്ഷം രൂപ കൊടുത്ത് പിടിച്ചത്. അതിനിടയിൽ ഇത് സംസാരിക്കാതെ തന്നെ ഈ വിൽസൺ എന്ന് പറഞ്ഞുള്ളൊരു ആളാണ് ഏജൻ്റായിട്ട് അയാൾ സമീപിച്ചത്. അയാൾക്ക് 2 ലക്ഷം രൂപ ഇനീഷ്യലി ഒരു വിശ്വാസത്തിന് വേണ്ടി തരണം ഇൻ ക്യാഷായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് അയാളെ പിടിച്ചു. സാറ്, ഇതിൽ വിൽസനെ കൂടാതെ മറ്റാരെങ്കിലും? ഒരാളെ കൂടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വിൽസനെ പിടിച്ച സമയത്ത് വിൽസൺ ഈ ബാങ്ക് അക്കൗണ്ടെല്ലാം അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു രാജസ്ഥാൻകാരൻ മുരളി ഉണ്ടെന്ന് പറഞ്ഞു. അയാൾ ശരിക്കും പേര് മുകേഷ് ജെയിൻ എന്നാണ്. അപ്പോൾ അയാളെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അവർ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരും കോടതി ഹാജരാക്കുന്നുണ്ട്. ഈ ED ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പങ്കോ മറ്റു കാര്യങ്ങളോ ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഈ അറ്റ് പ്രസന്റ് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഒരു വിശദമായിട്ട് അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാരണം അങ്ങേർക്കെതിരെ അവിടെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്നുള്ളത് ഒന്ന് വിശദമായിട്ട് അന്വേഷണത്തിലൂടെ മാത്രമേ വെളിയാവുകയുള്ളൂ. കൂടുതൽ അന്വേഷണം ഉണ്ടാകും. തീർച്ചയായിട്ടും. തന്നെയാണ് എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നത്. ED ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞുള്ള ഒരു തട്ടിപ്പായിരുന്നു. അതിൽ 2 പേരെ പിടിയിലായിട്ടുണ്ട്. ഇനി കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം പോകുമെന്നാണ് വിജിലൻസ് SP വ്യക്തമാക്കുന്നത്.